ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ നടക്കുകയാണ്. 4 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പം അതിന്റെ പോയിന്റ് നിലവാരവും കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ പ്രേക്ഷകർക്കും. അപ്പം നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ ടിക്കറ്റ് ടു ഫിനാലെ വിന്നറായിട്ട് റയാൻ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോയിന്റ് വൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസങ്ങൾ കഴിയുമ്പോൾ റയാന് 16 പോയിന്റുകൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 16 അല്ല 15 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ തൊട്ടുപിറകിലായിട്ട് മഞ്ചരി, സൗന്ദര്യ എന്നിവർ 13 പോയിന്റുമായിട്ടുണ്ട്. മുത്തു 11 പോയിന്റുമായിട്ടുണ്ട്. ഇവരൊക്കെ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കയറി വരാം. ഇപ്പൊ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സീസണിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കുറെ ടാസ്കുകൾ മാത്രമാണ് ടിക്കറ്റ് ടു ഫിനാലയിൽ നടന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലെ ടാസ്കുകളൊക്കെ എത്രത്തോളം മികച്ചതായിരുന്നു എന്ന്. ചില ടാസ്കുകളൊക്കെ ഓക്കെ ആയിരുന്നു, ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാംബ്ലിംഗ് രീതിയിലേക്കാണ് പോയത്. ഒരു ടാസ്ക് കളിച്ച് പോയിന്റ്സ് നേടി കണ്ടസ്റ്റൻസ് ഒക്കെ മികച്ച രീതിയിലേക്ക് വരുന്നു എന്നതിലപ്പുറം ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ക് ഉണ്ടെങ്കിൽ പോയിന്റ്സുകൾ കിട്ടുക എന്നതിലപ്പുറം ഗാംബ്ലിംഗ് ആണ് നടന്നത്. ശരിക്കും ഗെയിം കളിച്ച് മറ്റൊരാളുടെ പോയിന്റ് നിന്ന് എടുക്കുക, അത് ചെറിയ രീതിയിലൊന്നുമല്ല, മൊത്തം പോയിന്റ് ഒറ്റ ടൈം വരുന്ന ഒരു രീതി ഭാഗ്യമുള്ളവർക്ക് കിട്ടുക, തികച്ചും ഗാംബ്ലിംഗ് രീതിയിലേക്കാണ് ഈ ഒരു സീസൺ 8ലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ പോയത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും വലിയ താല്പര്യങ്ങളൊന്നുമില്ലായിരുന്നു. ചില ടാസ്കുകളൊക്കെ ഓക്കെ ആയിരുന്നു, ബാക്കിയെല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്തായാലും ഇന്നത്തോടു കൂടി ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചു കഴിയുമ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ വിന്നറായിട്ട് റയാൻ ആണ് ആയിരിക്കുന്നത്. 21 പോയിന്റ്സുമായിട്ട് റയാൻ വിന്നർ ആയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. അപ്പം ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് റയാൻ വിന്നിംഗ് പോയിന്റിന് അടുത്ത് തന്നെ ആയിരുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു ടെസ്റ്റോ അതുപോലെ തന്നെ ഒരു ഗാംബ്ലിംഗ് രീതിയിലുള്ള ഗെയിമുകളോ വന്നു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പം ഏകദേശം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ 2-3 ഗെയിമുകൾ വരാനുള്ള സാധ്യതകളേ ഉള്ളൂ. അതിലപ്പം ഒരു ഗാംബ്ലിംഗ് രീതിയിലുള്ള ഗെയിം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ചരി അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യ ആര് വേണമെന്നുണ്ടെങ്കിലും അവസാന ടെസ്റ്റിലേക്ക് ചിലപ്പോൾ കയറിയേക്കാം എന്നുള്ള ഒരു സംശയങ്ങളെല്ലാം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റുകളും കാര്യങ്ങളും പ്രത്യേകിച്ച് എന്താ പറയുന്ന ഓരോ ദിവസം റിവ്യൂ ഒന്നും കൊടുക്കാതെ ഇരുന്നത്. കാരണം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ 21 പോയിന്റുമായിട്ട് റയാൻ തന്നെയാണ് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. കാരണം ടിക്കറ്റ് ടു ഫിനാലിൽ അത്യാവശ്യം ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും എങ്ങനെ വേണം നിന്നാൽ പോലും സ്വന്തമായിട്ട് കളിച്ചും അത് കുറച്ച് ഭാഗ്യത്തിന്റെ രീതിയിലും എല്ലാം പോയിന്റ്സ് നേടിയത് റയാൻ തന്നെയാണ്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ റയാൻ തന്നെയാണ് മികച്ച രീതിയിൽ. കാരണം ഭാഗ്യത്തിന്റെ ഒരു രീതിയിൽ ഗാംബ്ലിംഗ് ഗെയിമിലൂടെയാണ് മറ്റു പലരും മുന്നിലേക്ക് വന്നത്. കാരണം നല്ല ടാസ്കുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരും വരാതിരുന്ന പലരും ഇതുപോലെ ബിഗ് ബോസ് അവർക്ക് ഫേവറബിൾ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കഴിയുമ്പോൾ ഒരു പോയിന്റ് അവരിൽ നിന്നെടുത്തു ഇവരിൽ നിന്നെടുത്തു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പോയിന്റ് ഇന്നോർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് തന്നെ രംഗത്തേക്ക് വന്ന ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളുടെ ഭംഗി തന്നെ നശിപ്പിച്ച സമയത്താണ് ഒരു എന്താ പറയുക ഡിസേർവിംഗ് അല്ലാത്ത പലരും പോയിന്റുകൾ നേടി മുന്നിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും അവരൊന്നും ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആവാത്തത് നല്ല കാര്യം തന്നെയാണ്. റയാൻ 100% ആ ഒരു ടാസ്കുകളോടെല്ലാം നീതി പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആകുക എന്നത് റയാനെ സംബന്ധിച്ചത് ഡിസേർവിംഗ് തന്നെയായിരുന്നു. ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടാസ്ക് ബീസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിരുന്നു. ഫാമിലീസ് ഒക്കെ വന്ന സമയത്ത് റയാനെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമുക്കറിയാം റയാൻ വന്നത് സമയം മുതൽ മിക്ക ടാസ്കുകളിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരും പറഞ്ഞുകൊണ്ട് ഒന്ന് ഒഴിഞ്ഞു മാറിയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിമും പെർഫോമൻസുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച എവിക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ഇല്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്നാൽ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ മികച്ച പ്രകടനം റയാനെ വോട്ടിങ്ങിലും നല്ല രീതിയിൽ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക പിന്തുണയിലും റയാൻ നല്ല രീതിയിൽ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. മുന്നിലുണ്ടായിരുന്ന പലരും പിന്നിലേക്കും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ ആഴ്ചത്തെ എവിക്ഷൻ ആരായിരിക്കും പുറത്തേക്ക് പോകാൻ സാധ്യതകൾ എന്നതൊക്കെ. അപ്പൊ എന്തായാലും ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ റയാൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ഫിനാലെ മെമ്പർ കൂടി അല്ലെങ്കിൽ ഫിനാലെ കണ്ടസ്റ്റന്റ് ആയിട്ട് റയാൻ ആയിരിക്കുകയാണ്. അപ്പം എന്തായാലും മികച്ചൊരു കണ്ടസ്റ്റന്റ് തന്നെ വന്നതിൽ വളരെ സന്തോഷം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.